ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡോക്ട്രിൻ ഓഫ് പബ്ലിക് ട്രസ്റ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വൈകിക്കാണ്ട് ടോപ്പിക്കിലോട്ട് പോകാം. പബ്ലിക് ട്രസ്റ്റ് ഡോക്ട്രിൻ എന്ന് പറയുന്നത് ഒരു ആൻഷ്യന്റ് ഡോക്ട്രിനാണ്. അതായത് റോമൻ ലോയിൽ നിന്ന് ഉദ്ഭവിച്ചിട്ടുള്ള ഒരു ഏൻഷ്യന്റ് ഡോക്ട്രിനാണ് ഈ പബ്ലിക് ട്രസ്റ്റ് ഡോക്ട്രിൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഡോക്ട്രിൻ പ്രകാരം എൻവയോൺമെന്റൽ റിസോഴ്സസിന്റെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് എപ്പോഴും പബ്ലിക് ആയിരിക്കും. ആൻഡ് ഇതിന്റെ ട്രസ്റ്റീസ് എന്ന് പറയുന്നത് എപ്പോഴും ഗവൺമെന്റും ആയിരിക്കും. സോ ചുരുക്കി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പബ്ലിക്കിനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം എപ്പോഴും ഈ എൻവയോൺമെന്റൽ റിസോഴ്സസ്. സോ അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ നോക്കി നടത്തേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തം ആണ് എന്നുള്ളതാണ്. ഈ ഒരു ഡോക്ട്രിൻ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ പൊതു സ്വത്തിന്റെ മുകളിൽ സർക്കാരിന്റെ ആക്ഷൻസ് ലിമിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഈ നേച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത് എപ്പോഴും പബ്ലിക് യൂസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതൊരിക്കലും പ്രൈവറ്റൈസ്, അതായത് ഒരു പെർട്ടിക്കുലർ പേഴ്സന്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ പറ്റുമൊന്നുമില്ല. അതായത് അതിന് ആ നേച്ചുറൽ റിസോഴ്സസിനെ നമുക്ക് പ്രൈവറ്റ് ഓണർഷിപ്പ് കൊടുക്കാൻ സാധിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. സോ ഈ ഒരു ഡോക്ട്രിൻ പ്രകാരം പബ്ലിക്കാണ് എപ്പോഴും നേച്ചുറൽ റിസോഴ്സസിന്റെ ബെനിഫിഷ്യറീസ് ആൻഡ് അതിന്റെ ട്രസ്റ്റി എന്ന് പറയുന്നത് ഗവൺമെന്റ് ആയിരിക്കും. സോ ട്രസ്റ്റ് രൂപത്തിൽ കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ചില എൻവയോൺമെന്റൽ റിസോഴ്സസ് ഉണ്ട്. ആ റിസോഴ്സസിന്റെ ഒക്കെ ട്രസ്റ്റീസ് എപ്പോഴും ഗവൺമെന്റ് ആയിരിക്കും ആൻഡ് അതിന്റെ ബെനിഫിഷ്യറീസ് എപ്പോഴും പബ്ലിക്കും ആയിരിക്കും. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഭാവി തലമുറയുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കണം. അതായത് വെള്ളം, വായു, അതുപോലെ തന്നെ പല നേച്ചുറൽ റിസോഴ്സസും ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമല്ല, അത് ഭാവി തലമുറയ്ക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. സോ ഇതിനെയൊക്കെ നല്ല രീതിയിൽ ലുക്ക് ആഫ്റ്റർ ചെയ്യുക എന്നുള്ളത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. According to this doctrine, the state is under the obligation to protect, preserve and prevent the natural resources and environment from over exploitation. സോ ഈ ഒരു ഡോക്ട്രിൻ പ്രകാരം സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് നമ്മുടെ നേച്ചുറൽ റിസോഴ്സസിനെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ അതിനെ പ്രിസർവ് ചെയ്യുക, അതുപോലെ തന്നെ അതിനെ വേണ്ടാത്ത രീതിയിൽ ഉപയോഗിക്കുന്നത് തടയുക എന്നുള്ളതൊക്കെ. ഒരിക്കലും നമുക്ക് ഈ നേച്ചുറൽ റിസോഴ്സസിന് മുകളിൽ ഒരാൾക്ക് പ്രൈവറ്റ് ഓണർഷിപ്പ് കൊടുക്കാൻ പറ്റില്ല. കാരണം അത് എനിക്കോ നിനക്കോ വേണ്ടിയിട്ടുള്ളത് മാത്രമല്ല, അത് ജനറൽ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ ഈ ഒരു പബ്ലിക് ട്രസ്റ്റ് ഡോക്ട്രിൻ മുന്നോട്ട് വയ്ക്കുന്ന ഐഡിയ എന്താണെന്ന് വെച്ചാൽ നേച്ചുറൽ റിസോഴ്സസിന്റെ ട്രസ്റ്റീസ് എപ്പോഴും ഗവൺമെന്റ് ആയിരിക്കും ആൻഡ് അതിന്റെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് എപ്പോഴും ജനറൽ പബ്ലിക് ആയിരിക്കും. സോ ഈ ഒരു റിസോഴ്സസിനെയൊക്കെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ പ്രിസർവ് ചെയ്യേണ്ടതും കൺസേർവ് ചെയ്യേണ്ടതും ഒക്കെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം ആണ് എന്നുള്ളതാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. So, thank you for watching the video.